സമസ്തയുടെ 100-ാം വാർഷികം തബ്ലീഗ് ജമാഅത്തിനെതിരെ എന്നും പറഞ്ഞൊരു ചാനലുകാർ എനിക്കൊരു വീഡിയോ ഇന്നലെ ഇട്ട് തന്നു, ഒരു ന്യൂസ് ഇട്ട് തന്നു. അവർ നോൺ മുസ്ലിംസാണ് അതുണ്ടാക്കിയ ആൾ. പുള്ളിയുടെ പേര് പരാമർശിക്കല്ലേ എന്ന് പറഞ്ഞു. ഇല്ല, പരാമർശിക്കുന്നില്ല. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് വലിയ വിഷയമാവുമോ, തബ്ലീഗുകാരെന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, തബ്ലീഗുകാർ ഇത് കേട്ട് 40 ദിവസത്തെ ജമാഅത്തിൽ പോകുമെന്ന് പറഞ്ഞു. സത്യത്തിൽ സമസ്തയുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഇത്രയും വലിയൊരു പ്രസ്ഥാനം, ഇത്രയും ലക്ഷം ആളുകളെ കൂട്ടി നടത്തിയ ഒരു പരിപാടിക്കിടയിൽ ഇവരെയൊക്കെ പരാമർശിക്കാതെ പോലും കടന്നു പോകുന്നതാണ് അതിൻ്റെ മഹത്വമെന്നും അതിൻ്റെ വലിപ്പമെന്നും എന്തേ നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നു? എനിക്ക് കണ്ടിട്ടൊട്ടും മനസ്സിലാവുന്നില്ല. കാരണം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മൂസ മൗലവി പറഞ്ഞ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സമൂഹ മാധ്യമത്തിൽ പലയിടത്തും കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. അതായത് മുസ്ലിം വിഭാഗത്തിനിടയിൽ തീവ്രവാദ സംഘടനയുണ്ട് എന്ന വാദം ഞങ്ങൾക്കില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. കേരളത്തിലെ ഇവിടുത്തെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ആശയപരമായൊക്കെ നിങ്ങൾക്ക് ഭിന്നതയുണ്ട്. ആ ആശയപരമായ ഭിന്നത ഈ പറയുന്ന പല കാര്യത്തിലും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെയും അസ്തിത്വത്തിൻ്റെയും ഭാഗം കൂടിയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. മോരും വെള്ളവും വിൽക്കുന്നവനും ചാരായം വിൽക്കുന്നവനും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസമുണ്ട്. അത് ആ വ്യത്യാസം അവരുടെ രണ്ടുപേരുടെയും ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ആ വ്യത്യാസം സൂക്ഷിച്ചുകൊണ്ട് തന്നെ മോരും വെള്ളവും വിൽക്കുന്നവനും ജീവിക്കാനാണ്, ചാരായം വിൽക്കുന്നവനും ജീവിക്കാനാണ് എന്ന് പറയുന്ന പൊതു നിലപാട്, ഇതിനെ മതപരമായ കണ്ണിൽ കൊണ്ടുവെക്കാനല്ല ഞാൻ പറയുന്നത്, സാമൂഹ്യപരമായ കാഴ്ചപ്പാട്. ഇനി ഏറ്റവും അങ്ങ് അറ്റം പോയാൽ പോലും ലക്കും ദീനിക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ ആ മഹത്തായ ദർശനമുണ്ടല്ലോ, ആ വ്യത്യസ്തമായ വഴികളെ അംഗീകരിക്കുന്നൊരു ദർശനമുണ്ടല്ലോ, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്നൊരു ദർശനമുണ്ടല്ലോ, അതിനെ പിന്തുടർന്നില്ലെങ്കിലും അതുപോലും സാധ്യമാകാത്ത വിധം ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഈ ജവാദ് മുസ്തഫാവിയുടെ ഒരു റേഞ്ചിലേക്കൊക്കെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? കാലം ഒരുപാട് മാറിയില്ലേ? കൂടെ നിൽക്കുന്നവൻ്റെ തീവ്രവാദവും അവൻ്റെ വ്യത്യസ്തതയും പറയുന്നതാണ് സാമ്പത്തികാരോഗ്യത്തിനും രാഷ്ട്രീയ ആരോഗ്യത്തിനും മറ്റു പലവിധമായ ആരോഗ്യങ്ങൾക്ക് നല്ലതെന്ന് തിരിച്ചറിഞ്ഞ് മറുവശത്ത് അതിതീവ്രത അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും എല്ലാ ലക്ഷണങ്ങളെയും കാണിക്കുന്നവരെ ചേർത്ത് പിടിച്ചും വേദിയിലിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അസ്തിത്വത്തിനും ഇന്നത്തെ ഇന്ത്യക്ക് ആവശ്യവുമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിനെ കൂടി ആ ഗ്രേഡിൻ്റെ ഏതെങ്കിലും പരിസരത്ത് കാണണ്ടേ? നിങ്ങളങ്ങനെ കൂട്ടിപ്പിടിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് എന്ത് സമാധാനം കിട്ടാനാ? ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിച്ചെന്ന് പറയാം. അതായത് നമ്മുടെ അണികൾക്ക് ആവേശം കൊടുക്കാൻ പറ്റിയ ഒരു വായു ഗുളികയും മൂക്കിപ്പൊടിയും ഒക്കെ കൊടുക്കുന്നതിന് ഈ പ്രമേയം ഒരു കാരണമാകും എന്ന് പറയാം. പക്ഷേ അതിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും വേറിട്ട് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു. അവർക്ക് സമസ്ത ഹൃദയമാണ്, വികാരമാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്, എനിക്കുമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ പാണക്കാട് സാദിഖലി തങ്ങൾ ആ വേദിയിൽ പറഞ്ഞതുപോലെ മനോഹരമായ ഒരു റോസാപുഷ്പം പോലെ, അല്ലെങ്കിൽ റോസാപ്പൂക്കളുടെ ഒരു ഉദ്യാനം പോലെ നിറഞ്ഞു നിൽക്കുന്ന സമസ്തയുടെ ആ റോസാ ചെടിയുടെ താഴെയുള്ള മുള്ളുകളുണ്ടല്ലോ, അത്തരം മുള്ളുകൾ ഒടിച്ചു കളയുകയോ അല്ലെങ്കിൽ അതതിൻ്റെ രീതിക്ക് അവിടെ വെച്ചിരിക്കുകയോ ചെയ്യുന്നതിന് പകരം അതെടുത്ത് എന്തിനാണ് പരസ്പരം കുത്തുന്നത്? അതെടുത്ത് എന്തിനാണ് പരസ്പരം വേദനിപ്പിക്കുന്നത്? ഈ ഓരോരുത്തർക്കും ഓരോരുത്തരായ ശൈലിയുണ്ട്. ഇപ്പോൾ തബ്ലീഗുകാർ ഇനി 100 വർഷം പ്രവർത്തിച്ചാലും സമസ്തയെപ്പോലെ ആകാനാവില്ല. നിങ്ങളത്രയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ട് വ്യവസ്ഥാപിതമായ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ 1000 വർഷം പ്രവർത്തിച്ചാലും ഈ പറയുന്ന തബ്ലീഗുകാരുടെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്കും എത്താൻ പറ്റില്ല. ഇത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ റിയാദിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു യാത്രക്കാരനായ സുഹൃത്തിനെ പരിചയപ്പെട്ടു. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല, എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും. ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ കാര്യം എന്നോട് പറയുകയാണ്. അദ്ദേഹം ഒരു തബ്ലീഗ് വിശ്വാസിയാണ്, ജമാഅത്തുകാരനാണ്. ഞാൻ തബ്ലീഗുകാരനൊന്നും അല്ല കേട്ടോ. എന്ന് മാത്രമല്ല, തബ്ലീഗുകാർക്ക് എന്നോട് ഭയങ്കര കലിപ്പുണ്ട്. ഞാൻ ഈ നിക്കാബിൻ്റെ വിഷയത്തിൽ വർത്തമാനം പറഞ്ഞതിന് എന്നെ ഒരു തബ്ലീഗിൻ്റെ കോളേജിലെ പരിപാടിക്ക് വിളിച്ചിട്ട് നിർദാക്ഷിണ്യം അവർ റദ്ദ് ചെയ്ത് കളഞ്ഞു. എനിക്ക് അവർ റദ്ദ് ചെയ്ത് കളയുമ്പോഴും അവരുടെ നിഷ്കളങ്കത ഓർത്ത് ചിരിയാണ് വരുന്നത്. എനിക്ക് ഈ സമുദായ സംഘടനകളോടല്ല അതേ നിലപാടാണ്. നിങ്ങൾക്കൊക്കെ പരസ്പരമുള്ളതുപോലെ അങ്ങ് വളരെ കുടിലമായ, വളരെ ആഴത്തിലുള്ള, പകയുള്ള വൈരാഗ്യമൊന്നും എനിക്ക് ആരോടുമില്ല.
എനിക്കതിൻ്റെ നിസ്സഹായതയും നിഷ്കളങ്കതയും ഒക്കെയാണ് ഇഷ്ടം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഇല്ലയെന്ന് ചോദിച്ചാൽ, അങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് അവർക്കാർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല. അത് കൊണ്ടു നടക്കുന്ന എൻ്റെ മനസ്സിനാണ് ദോഷമുണ്ടാകുന്നതെന്ന് നല്ല ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരെയും ഒരു ശത്രു ആക്കി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തബ്ലീഗുകാരെന്നെ അങ്ങനെ പരിപാടിക്ക് വിളിക്കായിരുന്നുകൊണ്ട് അവരോടൊരു കെറുവും തോന്നിയില്ല. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം അമേരിക്കയിലെ പഴയ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അമേരിക്കയിൽ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിൽ പ്രതിമാസം 20 ലക്ഷം രൂപ ശമ്പളത്തിനാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഖത്തറിലോ മറ്റേതോ ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തിലേക്ക് ആവശ്യമായി വന്നു. അതേ കമ്പനി അദ്ദേഹത്തോട് ഓഫർ ചോദിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഓഫർ സ്വീകരിച്ച് ഈ പറഞ്ഞതുപോലെ ഇവിടെ എത്തി, ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തെത്തി. അവിടെ എന്ത് സൗകര്യം കൊടുത്തോ അതേ സ്റ്റാർ ഫെസിലിറ്റീസ് അദ്ദേഹത്തിന് ഇവിടെ കൊടുത്തു. അതിൻ്റെ ഒരു ലോജിക്ക് പറയുന്നത്, ഒരു മാനസികമായി അദ്ദേഹത്തെ താഴ്ത്തിയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഔട്ട്പുട്ടിനൊരു കുറവും വരരുത്, അതിനാണ് ഇവിടെ ആക്കിയത്. ഈ മനുഷ്യൻ 1 മാസം 2 മാസം 3 മാസം കൂടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ തബ്ലീഗിന് പോക്കാണ്, അദ്ദേഹവും ഭാര്യയും കൂടി. എന്നിട്ട് അദ്ദേഹം മലേഷ്യയിലോ മറ്റോ നടന്ന സ്ഥലമൊന്നും എനിക്കറിയില്ല, ഇന്തോനേഷ്യയിലും കണ്ടൊരു ഇൻ്റർനാഷണൽ സമ്മേളനം നടന്നു പോലും എനിക്കറിയില്ല. അവിടെ പോയപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ചുമതല ഒരു ദിവസം എങ്ങാണ്ട് ചായ കൊടുക്കുന്ന സ്റ്റാളിൽ ചായ ഒഴിച്ചു കൊടുക്കലോ അതിൻ്റെ പാത്രം കഴുകലോ ഒക്കെ ആയിരുന്നു. അദ്ദേഹവും ഭാര്യയും കൂടി അവിടുത്തെ ആ സമ്മേളന സ്ഥലത്തെ ബാത്റൂമും ബാക്കിയുള്ളതൊക്കെ വൃത്തിയാക്കുന്ന ഒരു സംഗതിയുമൊക്കെയായി അതിലിങ്ങനെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. ആര്? പ്രതിമാസം 20 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ആ വളർച്ചയ്ക്കും ഔന്നിത്യത്തിനും ഉള്ളിൽ ഒരു വിശ്വാസിയായ മനുഷ്യനെ എത്രത്തോളം അടിമയാക്കി, അടിമ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുന്നിൽ, പടച്ചവന് മുന്നിൽ സറണ്ടർ ചെയ്യുന്ന, കീഴടങ്ങുന്ന ഒരാളാക്കിയാണ് അതിൻ്റെ ഉള്ളിലെ സെൽഫിൽ അയാൾ മാറ്റിയിരിക്കുന്നതെന്നാണ്. ആ ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ പറയുന്ന ഒരു 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 എന്താ പറയുന്നത്, ബിഹേവിയർ റീസ്ട്രക്ചറിങ്, ഒരു ആറ്റിറ്റ്യൂഡിനൽ സറണ്ടറിങ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേറെന്ത് വാക്ക് പറയണമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ തരത്തിലേക്ക് അദ്ദേഹത്തെ രൂപപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നമ്മുടെ മറ്റേതെങ്കിലും സമുദായ സംഘടനയുടെ പരിപാടിയിൽ ആ വേദിയിലിരിക്കുന്നവർ കസേരയൊന്ന് വിട്ടുകൊടുക്കുമോ? ഒന്ന് എഴുന്നേക്കുമോ? ഒരു മൂത്രം ഒഴിച്ചാൽ പോലും ഈ സമ്മേളനം അവിടെ ഇരുന്ന് മൂത്രം ഒഴിച്ചാലും വേണ്ടിയില്ല, കസേരയിൽ നിന്ന് എഴുന്നേക്കത്തില്ലെന്ന് വിചാരിച്ച് നേരത്തെ കസേര പിടിച്ച് അവിടെ ഇരിക്കുന്നവരുടെ സദസ്സിലാണ് ഇതുപോലെ ലക്ഷക്കണക്കിന് ഉന്നതരെന്ന് നമ്മൾ ഭൗതിക ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടവർ വളരെ അടിമകളായി മാറുന്ന തബ്ലീഗ് പ്രസ്ഥാനത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു, ഡോക്ടർ മുക്താറിനെ ഞാനൊരിക്കൽ കണ്ടു എന്ന് പറഞ്ഞു, ഒരു സമ്മേളന സ്ഥലത്ത് വെച്ച്. ഇപ്പോഴൊന്നുമല്ല, 10-15 വർഷം മുമ്പ്. എല്ലാവരും എന്നെ പരിചയപ്പെടുത്തി, ഇതാണ് ഡോക്ടർ മുക്താർ, അദ്ദേഹം ഇങ്ങനെ സ്റ്റേറ്റ് മഷൂറയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞു. മഷൂറ എന്നൊക്കെ പറഞ്ഞാണോ പേരെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം ഒരു പ്രഭാതത്തിൽ ഒരു 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു ചൂലുമായി അവിടെ നിന്ന് ബാത്റൂം കഴുകുന്നു. രാത്രിയുടെ മറവിൽ, ഇരുട്ടിൽ, ആരും കാണാതെ, റീലെടുക്കാതെ, പോസ്റ്റ് ഇടാതെ, പദവിയില്ലാതെ. നമ്മളതിനോട് ചേരാതിരിക്കുമ്പോഴും അങ്ങനെയുള്ളവരുടെ കൂട്ടമാണത് എന്ന് ഞാൻ പറയുകയായിരുന്നു. അതുകൊണ്ട് ആ പറഞ്ഞ സുഹൃത്തിനോടും കേൾക്കുന്നവരോടും പറയുകയാണ്, സമസ്ത ഇങ്ങനൊരു പ്രമേയം പാസ്സാക്കിയെന്നറിഞ്ഞാൽ അവർ ആ പ്രമേയത്തിന് മറുപടി പറയാനൊന്നും പോകത്തില്ല. അപ്പോഴേ ഒരു മഷൂറ കൂടി മഷൂറ ചെയ്ത് അടുത്ത 4 വർഷത്തേക്കും 40 ദിവസത്തേക്കും ഒരു ചില്ല ജമാഅത്തുമായിട്ട് 1000 ജമാഅത്തിന് വേണേൽ അവർ പുറപ്പെടുവിക്കും.